ആയത്തുള്ള അറഫിക്ക് മാത്രം എത്രമാത്രം സംഘർഷ സാഹചര്യത്തെ സമാധാനത്തിലേക്ക് നയിക്കാൻ കഴിയും? ആരായിരിക്കും ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയാവുക? താൽക്കാലിക ഭരണാധികാരിയായ അറഫിയോ അതോ ആയത്തുള്ളയുടെ രണ്ടാമത്തെ മകൻ മുസ്തഫ ഖമേനിയോ? കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ആക്രമണം അന്ത്യമില്ലാത്ത തരത്തിൽ ഇപ്പോഴും തുടരുകയാണ്. എന്താണ് അവസാനമായി ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ ആ യാത്രാപാത അടയ്ക്കുമോ എന്നതാണ്. വാണിജ്യവുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങൾ ആളുകളുടെ ജീവനും സ്വത്തിനും പശ്ചിമേഷ്യയിൽ വലിയ ഭീഷണി ഉള്ളപ്പോൾ തന്നെ ലോകമാകമാനം നോക്കിക്കണ്ടത് ഈ ഒരു പാത അടയ്ക്കുമോ എന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത വരുന്നത് ഇറാൻ്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഈ പാത അടയ്ക്കില്ല എന്നതാണ്. കപ്പൽ സർവീസുകൾക്ക് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടാക്കില്ല എന്ന ഏറ്റവും പുതിയ ഒരു വിവരം വരുന്നു. അതേസമയം പശ്ചിമേഷ്യ അശാന്തവും ഭീതിയുള്ളതുമായി മാറുന്നുണ്ട്. കാരണം പല രാജ്യങ്ങളിലും മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 201 പേർ മരിച്ചതായ കണക്കുകൾ പുറത്തു വരുന്നു. ഇസ്രയേലിൽ 10 മരണം റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാഖിൽ 2 മരണം റിപ്പോർട്ട് ചെയ്യുന്നു. കുവൈറ്റിൽ 1 മരിച്ചു. അതോടൊപ്പം തന്നെ UAE-യിൽ 3 മരണം റിപ്പോർട്ട് ചെയ്യുന്നു. ഖത്തറിൽ 16 പേർക്ക് പരിക്കേറ്റു. ഒമാനിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുവൈറ്റിൽ തന്നെ 32 പേർക്ക് പരിക്കേറ്റു. ഇറാനിൽ 747 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇറാഖിൽ ആ തരത്തിൽ 5 പേർക്കും ഇസ്രായേലിൽ 121 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് സിവിലിയൻസിന് വലിയ തോതിൽ വല്ലാതെ ബാധിക്കുന്ന തരത്തിലേക്ക് യുദ്ധം മാറിയിട്ടില്ല. പക്ഷേ ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇത് യുദ്ധത്തിൻ്റെ തീവ്രത കൂടുകയാണെങ്കിൽ ജനങ്ങളെ അത് ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇറാനിൽ നിന്ന് തുർക്കിയിലേക്കുള്ള പലായനം നടക്കുകയാണ്. വലിയ തോതിൽ ആളുകൾ ആ രാജ്യം വിട്ടു പോകുന്ന ഒരു നിലയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചും അത്തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഏതാണ്ട് 1 കോടി ഇന്ത്യക്കാരുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇവരുടെയൊക്കെ ജീവന് വലിയ ഭീഷണി നിലനിൽക്കുന്നു. പല രാജ്യങ്ങളിലും അങ്ങനെ ഭീഷണി നിലനിൽക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാനാകട്ടെ പല ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കുകയാണ്. GCC അടിയന്തരമായി യോഗം ചേരുകയും ഇറാൻ്റെ ഈ സമീപനം ശരിയല്ല, പ്രകോപിതമാകരുത് എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, അബുദാബി, ദുബായ്, സൗദി തുടങ്ങി പല രാജ്യങ്ങളിലേക്കും അവർ മിസൈലുകൾ അയക്കുന്നു, ഡ്രോണുകൾ അയക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയെ സഹായിക്കുന്നു, അമേരിക്കയ്ക്ക് യുദ്ധഭൂമി അല്ലെങ്കിൽ അവർക്ക് യുദ്ധം നടത്താനുള്ള ഇടം എയർ സ്പേസ് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു വാദം പറഞ്ഞുകൊണ്ടാണ് ഇത്തരം രാജ്യങ്ങളെല്ലാം തന്നെ ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു സമാധാനം വേണം. മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ലോകത്ത് സമാധാനം വരണം, ഏത് ഭാഗത്തുള്ള മനുഷ്യരായിരുന്നാലും മനുഷ്യർ കൊല്ലപ്പെടാൻ പാടില്ല എന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗത്തുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന് ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണ്. യുദ്ധം തുടരുമെന്നാണ്, ആയിരക്കണക്കിന് കേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന് നെതന്യാഹു പറയുന്നു. അതേസമയം പുതിയ ഒരു താൽക്കാലിക ഭരണകൂടം വന്നിട്ടുണ്ട് ഇറാനിൽ. അവർ ആയത്തുള്ള അറാഫിയാണ് പുതിയ തലവനായി വന്നിട്ടുള്ളത്. താൽക്കാലിക തലവനാണ്. അതേസമയം പുതിയൊരു പിൻഗാമി വരേണ്ടതുണ്ട്. ആയത്തുള്ള അറാഫിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ്. ആത്മീയതയിൽ ഊന്നിയ ഒരു ഭരണം, അത് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജൻസി വിഭാഗത്തിലെ ആളുകൾ, അവർ പുതിയ തലമുറയിലെ ഒരു വിഭാഗം ആളുകൾ ഈ വധത്തിൽ ആഘോഷം പങ്കുവെച്ചുകൊണ്ട് അവർ തെരുവിലിറങ്ങുന്ന ഒരു നിലയുണ്ടായി. അതേസമയം ആയിരക്കണക്കിന് പേർ തിരികെ ഖമേനിയുടെ കൊലപാതകത്തിൽ വിമർശിച്ചുകൊണ്ട്, അമേരിക്കയെ വിമർശിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയുമുണ്ട്. ഇപ്പോൾ വരുന്ന ഇറാൻ്റെ ഒരു അവകാശവാദം കൂടി പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ പടക്കപ്പൽ എബ്രഹാം ലിങ്കൺ ആക്രമിച്ചു, മിസൈലുകൾ കപ്പലിൽ പതിച്ചു എന്ന ഏറ്റവും പുതിയ വിവരം കൂടി ഇറാൻ പുറത്തേക്ക് വിടുന്നുണ്ട്. ഇതിലൊക്കെ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് മലയാളികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. ഡൽഹി കേരള ഹൗസിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ SSLC പരീക്ഷ എഴുതുന്ന സംവിധാനം, അത് ആ പരീക്ഷകൾ മാറ്റിവെക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒരു വശത്തുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എണ്ണയുടെ കാര്യത്തിൽ മാത്രമല്ല, എണ്ണയുടെ വിലവർധന മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചുള്ള ആശങ്ക. നമ്മൾ കേരളത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ സുഗന്ധദ്രവ്യങ്ങൾ വലിയ തോതിൽ
കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത് ഹോർമുസ് കടലിടുക്ക് വഴി ഗൾഫ് രാജ്യങ്ങളിലേക്ക്, പല രാജ്യങ്ങളിലേക്ക് കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ പോകുന്നുണ്ട്. അത് മത്സ്യവിഭവങ്ങളാവട്ടെ, മറ്റ് അരിയാകട്ടെ, ബസുമതി അരിയൊക്കെ വലിയ തോതിലാണ് ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളെയൊക്കെ ബാധിക്കുമോ എന്ന ആശങ്ക ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഇടപെടലുകൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ദുബായ് ഗ്ലോബൽ വില്ലേജ് ഇപ്പോൾ ഈ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിൽ അടച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ വിമാന സർവീസുകൾ, ഇന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള വൈകിട്ട് പുറപ്പെടേണ്ടിയിരുന്ന 11 വിമാനങ്ങൾ അത് റദ്ദാക്കിയിട്ടുണ്ട്. ഈ ഖമേനിയുടെ വധം അത് ലോകത്തെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. കാരണം പലപ്പോഴും ഇങ്ങനെ രാഷ്ട്രത്തലവന്മാരെ പിടികൂടുകയോ വധിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് ദീർഘനാൾ നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം വേണ്ടിവരും. സദാം ഹുസൈൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ലാദനെയൊക്കെ പിടികൂടുന്നത് എത്രയോ കാലത്തെ പരിശ്രമത്തിന് ശേഷമാണ്. പക്ഷേ ഇവിടെ യുദ്ധം തുടങ്ങി 2ാം ദിനം ഖമേനി മാത്രമല്ല, ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനങ്ങളിലിരുന്ന അവരുടെ സൈനിക മേധാവിമാർ, കമാൻഡർമാർ, അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. CIA കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ച് ഇസ്രായേലിന് കൈമാറുകയും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു എന്ന് തന്നെയാണ് വിവരങ്ങൾ വരുന്നത്. ഖമേനിയുടെ സെക്യൂരിറ്റി അഡ്വൈസറായിരുന്ന അലി ഷംഖാനി അദ്ദേഹം കൊല്ലപ്പെട്ടു. ആംഡ് ഫോഴ്സസിൻ്റെ ചീഫ് ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന അബ്ദുൾ റഹീം മൗസവി അദ്ദേഹം കൊല്ലപ്പെടുന്നു. ഡിഫൻസ് മിനിസ്റ്റർ കൊല്ലപ്പെടുന്നു. IRGC അത് അവരുടെ സൈനിക വിഭാഗമാണ്, അതിൻ്റെ കമാൻഡർ ഇൻ ചീഫ് കൊല്ലപ്പെടുന്നു. ഇങ്ങനെ ഖമേനിയുടെ കൊട്ടാരത്തിൽ, വാസസ്ഥലത്തിൽ ഉണ്ടായിരുന്ന, അദ്ദേഹം ഓഫീസിൽ തുടരുന്ന സമയത്താണ് ഈ ആക്രമണം നടന്നതെന്നാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത്. അങ്ങനെയാണ് അമേരിക്കയുടെയും വിശദീകരണം വരുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒഫീഷ്യൽസ് എല്ലാം തന്നെ, ആ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഡൽഹിയിൽ യോഗം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ സുരക്ഷയെ സംബന്ധിച്ച കാര്യമാണ് യോഗത്തിൻ്റെ പ്രധാന അജണ്ടയായി വന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1 കോടി ഇന്ത്യക്കാർ മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലായി ഈ യുദ്ധം കനക്കുകയാണെങ്കിൽ അവരെ എല്ലാം തന്നെ രാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. അനുശ്രീ, വിനോദ്, അതുപോലെ തന്നെ ഈ യോഗം ചേരുക എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അപ്പുറത്തേക്കായി ഈ യുദ്ധത്തിൽ എന്ത് നിലപാടെടുക്കണം എന്നത് കൂടി ആ യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇപ്പോഴുള്ള സാഹചര്യം അനുസരിച്ച് ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും? ആ യോഗത്തിൽ എന്ത് തീരുമാനമായിരിക്കും ഇന്ത്യ എടുക്കാൻ സാധ്യത കൂടുതലായിട്ടുണ്ടാവുക? 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലെ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ തന്നെ പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മളത് വളരെ ശ്രദ്ധയോടെ ഗൗരവത്തോടു കൂടി അത് കാണേണ്ട കാര്യമാണ്. ഒന്ന്, തീവ്രവാദത്തിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കും. അത് ഇസ്രായേലിൽ ഉണ്ടാകുന്ന ഹമാസിൻ്റെ ആക്രമണം, അത് ഹമാസ് പല തവണയായി അങ്ങനെ ആക്രമണങ്ങൾ, ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടക്കുന്നു. ഗസ എപ്പോഴും അശാന്തിയുടെ ഭൂമിയായി മാറുന്നു. ഹമാസിന് വെള്ളവും വളവും നൽകുന്നത് ഇറാനാണെന്ന ആരോപണം കാലങ്ങളായി ഇസ്രായേൽ വെച്ച് പുലർത്തുന്നതാണ്. അതിൻ്റെ പര്യവസാനമായി ഇപ്പോഴത്തെ യുദ്ധത്തെ കാണാം. അവിടെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇസ്രായേലിനുള്ള ഒരു പിന്തുണ പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ് 1 ദിവസം കഴിയുമ്പോൾ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്നതുകൂടി നമ്മൾ വളരെ സശ്രദ്ധം കാണേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞത്, സമാധാനത്തിലേക്കാകണം യാത്രകൾ, ചർച്ചകൾ ഉണ്ടാകണം, ഏറ്റവും സംയമനത്തോടു കൂടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകണം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ നോക്കേണ്ടത് ഉണ്ട് എന്ന ഒരു കാര്യം കൂടി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതായത് അത് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ പരിപൂർണമായി ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഈ യുദ്ധം, ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത തരത്തിലുള്ളൊരു യുദ്ധം എന്ന നിലയ്ക്കല്ല പറയുന്നത്, സമാധാനം തന്നെയാണ് പറയുന്നത്. മാർപ്പാപ്പ പറയുന്നത് അതുതന്നെയാണ്, പ്രധാനമന്ത്രി പറഞ്ഞത് അതുതന്നെയാണ്, ലോകരാഷ്ട്രങ്ങൾ പറയുന്നത് അതുതന്നെയാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ മനുഷ്യൻ്റെ നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മമ്മൂട്ടിയുടെ പ്രതികരണം അല്പം മുൻപ് വന്നിരുന്നു. മനുഷ്യർ ഈ യുദ്ധത്തിൽ ജയിക്കട്ടെ എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അനുശ്രീ.